ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെയും CPMൻ്റെയും വലിയ തോൽവി സോഷ്യൽ മീഡിയയിലടക്കം പൊടിപൂരമായി മുന്നേറുകയാണ്. സ്ഥിരം പോസ്റ്റുകളുമായി എത്തിയിരുന്ന സൈബർ ഇടങ്ങളിൽ ചിലർ ഇപ്പോൾ വായി തുറക്കുന്നതേയില്ല. മറ്റു ചിലർ ട്രോളിക്കൊല്ലുന്നു. എതിർക്കാൻ ക്യാപ്സൂളുകളുമായി ചില സൈബർ പോരാളികൾ, ഒപ്പം പുതിയവയുടെ ഉദയവും. അങ്ങനെ ആകെ കരങ്ങി മറിഞ്ഞിരിക്കുകയാണ് മലയാളിയുടെ സൈബർ ലോകം. മിക്ക ഹാൻഡിലുകളും ആയുധമാക്കുന്നത് ശ്രീനിവാസൻ ജയറാം കൂട്ടുകെട്ടിൽ 1991 പുറത്തിറങ്ങിയ സന്ദേശം എന്ന സിനിമയാണ്. ക്യാപ്സ്യൂളുകൾ പാർട്ടി ഫാക്ടറികളിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ, വീണ്ടും കനലും തരിയും മാത്രമാണെന്നും കെട്ടിട്ടില്ലെന്നും ഒക്കെയുള്ള ചെറുതും വലുതുമായ ക്യാപ്സ്യൂളുകൾ വിപണിയിൽ ഇറങ്ങാനിരിക്കുന്നതേയുള്ളൂ. ഇത് പിണറായി വിജയൻ വേഴ്സസ് VD സതീശൻ കളിയായിരുന്നു. ആരാണ് വമ്പനെന്നും ആരാണ് കൊമ്പനെന്നും അറിയാനുള്ള കളി. ആ കളിയിൽ കൊമ്പ് കുത്തി വീണിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ടീം. ഇങ്ങനെ ഗംഭീര ഡയലോഗുകളും മൂർച്ചയുള്ള കാർട്ടൂൺ പോസ്റ്ററുകളുമായാണ് സൈബർ ഇടങ്ങൾ നിറയുന്നത്. ട്രോളുകൾ മാത്രമല്ല, ഒപ്പം ഗൗരവമേറിയ കുറിപ്പുകളും ചില ബുദ്ധിജീവികൾ പടച്ചുവിടുന്നുണ്ട്. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലുള്ള കുത്തുകളും ഈ നീണ്ട ലേഖനങ്ങളിലും കാണാം. എന്തായാലും തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും വിജയത്തിൽ മതിമറക്കാതിരിക്കാനുമുള്ള മുന്നറിയിപ്പ് കൂടിയായി സൈബർ ഇടം മാറുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം വെറുമൊരു ഗിമ്മിക്കല്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇതിലൂടെ. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്കെതിരായി സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധി എന്നതുപോലെ കേരളത്തിൽ പിണറായി വിജയനെതിരായി സംസാരിക്കുന്നത് VD സതീശനാണ്. ഇതാണ് രണ്ട് കാഴ്ചപ്പാടുകളും. രാഷ്ട്രീയ ശിശുക്കളെപ്പോലെയാണ് ഭരണാധികാരികൾ ഇവരെ കണ്ടതും. എന്നാൽ കേന്ദ്രത്തിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയും സംസ്ഥാന ഭരണത്തിനെതിരെ സതീശൻ നടത്തിയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നീക്കങ്ങളും വിജയം കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഇരുവരുടെയും കയ്യിൽ ശത്രുവിനെതിരെ പോരാടാനുള്ള ശക്തമായ ആയുധമുണ്ട്. അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ തെളിഞ്ഞു കണ്ടത്. VD സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം നടന്ന തൃക്കാക്കര, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പുറമെയാണ് ലോക്സഭയിലും UDFന് മിന്നുന്ന ജയം നേടാനായത്. തുടർഭരണം കിട്ടി ചരിത്രം രചിച്ച പിണറായിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും നേതൃത്വം കൊടുത്ത തെരഞ്ഞെടുപ്പിൽ VD സതീശൻ താരമായിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിച്ചത് സതീശനായിരുന്നു. അതിൻ്റെ പുറകെ പോകാനായിരുന്നു പിണറായിയുടെ വിധി. കൃത്യമായ ഇലക്ഷൻ മാനേജ്മെൻ്റ് ആയിരുന്നു സതീശൻ്റേത്. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായുള്ള EP ജയരാജൻ്റെ ബിസിനസ് ബാന്ധവം സംബന്ധിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം LDFിനെ മാത്രമല്ല BJPയെയും പ്രതിസന്ധിയിലാക്കി. ഇതിനു പിന്നാലെ LDFിനെയും BJPയെയും ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കിയ ആരോപണങ്ങളാണ് UDF ക്യാമ്പിൽ നിന്ന് തുടരെ പുറത്തുവിട്ടത്. പിണറായി വിജയൻ സംഘപരിവാർ അവിശുദ്ധ ബാന്ധവവും പ്രതിപക്ഷ നേതാവ് തുറന്നുകാട്ടി. കരുവന്നൂർ തട്ടിപ്പിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തൃശ്ശൂർ മണ്ഡലത്തിൽ BJPക്ക് CPM വോട്ട് മറിക്കാമെന്ന ഉറപ്പിൽ ഒത്തുതീർപ്പാക്കിയെന്നും VD സതീശൻ ആരോപിച്ചു. NDA ഘടകകക്ഷിയായ JDSനെ ഒക്കത്തിരുത്തിയാണ് പിണറായി വിജയൻ സംഘപരിവാർ വിരുദ്ധത പറയുന്നതെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷേപവും LDFിൻ്റെ മോദി വിരുദ്ധ പ്രചാരണത്തിൻ്റെ മുനിയൊടിക്കുന്നതായിരുന്നു. അങ്ങനെ ഇടതടവില്ലാതെ ആരോപണങ്ങളുടെ ശരശയിൽ കിടക്കേണ്ടി വരികയായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷത്തിന്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുള്ള കണക്കെടുപ്പ് CPI തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ. തിരുവനന്തപുരത്തെ CPM വോട്ടുകൾ എങ്ങോട്ട് പോയെന്ന ചോദ്യവും CPI ഉന്നയിക്കും. ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരുന്നത് CPM കൂടിയായിരിക്കും. മറുവശത്ത് വിജയത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കാനാണ് സതീശൻ്റെയും കൂട്ടരുടെയും തീരുമാനമെങ്കിൽ നാളെ ഭരണപക്ഷത്തിൻ്റെ ഗതി തന്നെ പ്രതിപക്ഷത്തിനുണ്ടാകുമെന്ന മുന്നറിയിപ്പും സൈബർ ഇടങ്ങൾ നൽകുന്നുണ്ട്.